ഹായ് എവരിവൺ. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇത് പ്രധാനമായും ഉണ്ടാകുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഓക്സിജനും ന്യൂട്രീഷനും ചെല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ ബ്രെയിൻ സെൽസിന് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ് പൊട്ടുന്നത് കൊണ്ടും നമ്മുടെ ബ്രെയിനിന്റെ കോശങ്ങൾ നശിക്കുന്നു, സെൽ ഡെത്ത് ഉണ്ടാകുന്നു. ഇത് അമിതവണ്ണമുള്ളവരിലാവട്ടെ, അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരിൽ, പുകവലി ശീലമുള്ളവരിൽ, അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹ രോഗമുള്ളവരിലും, അതുപോലെ ബ്ലഡ് ക്ലോട്ട്സിന്റെ പ്രസൻസ് ഉള്ളവരിലും, അതുപോലെ പ്രായമുള്ളവരിലും, ബെഡ് റിഡൻ ആയിട്ടുള്ളവരിലും ഡീജനറേറ്റീവ് ചേഞ്ചസ് മൂലം സൈലന്റ് ആയിട്ടുള്ള സ്ട്രോക്ക് വന്നു ചേരുന്നു. നമ്മൾ പ്രധാനമായിട്ടും 3 പ്രധാന ലക്ഷണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരം നമ്മൾ സ്ട്രോക്ക് പേഷ്യൻസിനെ 1 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുചേരാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവരുടെ ക്ലോട്ട് അലിയിക്കുന്ന മെഡിസിൻസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഫർദർ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ശരീരം തളർന്നു പോവുക എന്നുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. ഏതൊക്കെയാണ് ലക്ഷണങ്ങൾ നോക്കാം. നമുക്ക് ഒരു സ്ട്രോക്ക് വന്ന ഒരു പേഷ്യന്റിനെ അവർ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ കുഴഞ്ഞു പോവുക, ചിരിക്കുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, അതുപോലെ കൈകൾ ഉയർത്തുമ്പോൾ അഫക്റ്റഡ് ആയിട്ടുള്ള പോർഷന്റെ ഓപ്പോസിറ്റ് ഹാൻഡ് ഒരിക്കലും പൊക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ. ഈ പറയുന്ന ലക്ഷണങ്ങൾ മനസ്സിലാക്കി അവരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഇത്തരം സ്ട്രോക്ക് പോലുള്ള രോഗാവസ്ഥകൾ വരാതിരിക്കാൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഫുഡ് ഹാബിറ്റ്സിലും വളരെ അത്യാവശ്യമായിട്ട് ചേഞ്ചസുകൾ വരുത്തുക. പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക. ഫുഡിലാണെങ്കിൽ തന്നെയും മാംസാഹാരങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.